പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് 4-ാമത്തെ അധ്യായത്തിലെ ക്വിസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും കേൾക്കുക, കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ദൈവവചനത്തിൽ വേരൂന്നി നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കുകയാണ്. 1-ാമത്തെ ക്വസ്റ്റ്യൻ: പത്രോസും യോഹന്നാനും ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് നേരെ വന്നവർ ആര്? ആൻസർ: പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും. അടുത്ത ക്വസ്റ്റ്യൻ: പത്രോസും യോഹന്നാനും ജനത്തെ പഠിപ്പിക്കുകയും അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത് എന്ത്? ആൻസർ: അവർ ജനത്തെ പഠിപ്പിച്ചത് മനുഷ്യരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രഖ്യാപിച്ചത് യേശുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് പുരോഹിതന്മാരും പടനായകരും സദൂക്യരും നീരസപ്പെട്ടത്? അതായത് പത്രോസിനെയും യോഹന്നാനെയും കണ്ട് നീരസപ്പെടാൻ കാരണമെന്ത്? അവർ മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെക്കുറിച്ച് പത്രോസും യോഹന്നാനും ജനത്തെ പഠിപ്പിച്ചത് കേട്ടിട്ട് അവർ നീരസപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജനത്തെ പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചതിനാൽ പത്രോസിനെയും യോഹന്നാനെയും അവർ എന്തു ചെയ്തു? ആൻസർ: തടവിലാക്കി. വചനം കേട്ടവർക്ക് എന്താണ് സംഭവിച്ചത്? അടുത്ത ക്വസ്റ്റ്യനാണ്. ആൻസർ: വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വചനം കേട്ട് വിശ്വസിച്ച പുരുഷന്മാരുടെ എണ്ണം എത്രയായിരുന്നു? ആൻസർ: 5000-ഓളമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രികളും ഒന്നിച്ചു കൂടിയത് എവിടെയാണ്? ആൻസർ: യെരുശലേമിൽ. അടുത്ത ക്വസ്റ്റ്യൻ: യെരുശലേമിൽ ഒന്നിച്ചു കൂടിയ മഹാപുരോഹിതന്മാർ ആരൊക്കെയായിരുന്നു? ആൻസർ: മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മഹാപുരോഹിതന്മാർ പത്രോസിനോടും യോഹന്നാനോടും ചോദിച്ചത് എന്ത്? ആൻസർ: എന്തധികാരത്തിൽ അഥവാ ഏത് നാമത്തിലാണ് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ: പത്രോസ് പുരോഹിതന്മാരോട് മറുപടി പറഞ്ഞത് എങ്ങനെയായിരുന്നു? ആൻസർ: പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് മറുപടി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ: പത്രോസ് എങ്ങനെയാണ് അവരെ സംബോധന ചെയ്തത്? ആൻസർ: ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പുരോഹിത സംഘം പത്രോസിനെയും യോഹന്നാനെയും വിസ്തരിക്കാൻ കാരണമെന്ത്? ആൻസർ: ബലഹീനനായിരുന്ന മുടന്തൻ സൗഖ്യം പ്രാപിച്ചതിനെ ചൊല്ലി. അടുത്ത ക്വസ്റ്റ്യൻ: ഏത് നാമത്തിലാണ് ഇവിടെ മുടന്തനെ അവർ സൗഖ്യമാക്കിയതെന്നാണ് പത്രോസ് പറയുന്നത്? ആൻസർ: നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ക്വസ്റ്റ്യനാണ്: ആരാണ് യേശുവിനെ ക്രൂശിച്ചതെന്നും ആരാണ് അതേ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചതെന്നും പത്രോസ് പരാമർശിക്കുന്നത്? അതായത് ഇസ്രായേൽ ജനമൊക്കെയും യേശുവിനെ ക്രൂശിച്ചു എന്നും ദൈവമോ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്നുമാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും മൂലക്കല്ലായി തീർന്ന കല്ല് അവർ തന്നെ എന്ന് പത്രോസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ആൻസർ: നസ്രയനായ യേശു ക്രിസ്തു മൂലക്കല്ലായി തീർന്നു എന്നാണ് പത്രോസ് ഇവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം ഏതാണ്? ആൻസർ: യേശു എന്ന നാമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പുരോഹിത സംഘം പത്രോസ് യോഹന്നാനിൽ ആശ്ചര്യപ്പെട്ടതിൻ്റെ കാരണം എന്താണ്? പത്രോസിനെയും യോഹന്നാനെയും അവരുടെ ധൈര്യം കണ്ടുകൊണ്ട്, അതായത് അവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമായ മനുഷ്യരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും അവർ ആശ്ചര്യപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമായിരുന്ന പത്രോസിനും യോഹന്നാനും ഇത്ര ധൈര്യമുണ്ടാകാൻ കാരണം എന്ത്, എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത്? അതായത് ആൻസർ: അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു എന്ന്. കർത്താവായ യേശുവിൻ്റെ കൂടെ ഇവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ധൈര്യമുണ്ടായതെന്നും ഇവർക്ക് പഠിപ്പോ ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരായിരുന്നു എന്നുമാണ് അവർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ന്യായാധിപ സംഘത്തിന് എതിർത്തൊന്നും പറയുവാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു? ആൻസർ: സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ന്യായാധിപ സംഘം പരസ്പരം ആലോചിച്ചത് എന്ത്? ആൻസർ: ഈ മനുഷ്യരെ നാം എന്തു ചെയ്യേണ്ടു എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ന്യായാധിപ സംഘം പത്രോസ് യോഹന്നാൻ ചെയ്ത അത്ഭുതത്തെപ്പറ്റി പറഞ്ഞത് എന്ത്? ആൻസർ: ശ്രദ്ധേയമായൊരു അത്ഭുതം അവർ ചെയ്തിരിക്കുന്നുവെന്നും യെരുശലേമിലുള്ള എല്ലാവർക്കും അതറിയാമെന്നുമാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിഷേധിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് ആരാണ് ഇതിവിടെ പറയുന്നത്? ആൻസർ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാവിനെ സൗഖ്യമാക്കിയതിനെ പറ്റിയാണ് നിഷേധിക്കാൻ കഴിയാത്തതെന്ന് പറയുന്നത്. ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ന്യായാധിപ സംഘമാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യായാധിപ സംഘം എന്ത് താക്കീതാണ് പത്രോസിനും യോഹന്നാനും നൽകിയത്? ആൻസർ, ജനത്തിനിടയിൽ ഇതധികം പ്രചരിക്കാതിരിക്കുന്നതിന് അവർ യാതൊരു മനുഷ്യരോടും ഈ യേശു എന്ന നാമത്തിൽ ഇനിയും സംസാരിക്കരുതെന്ന് ആണ് താക്കീത് കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യായാധിപ സംഘം അവരോട് കൽപ്പിച്ചത് എന്ത്? യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുതെന്നാണ് കൽപ്പിച്ചത്. ആൻസർ. ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മറുപടി എന്തായിരുന്നു? അതായത് യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ചപ്പോൾ പത്രോസും യോഹന്നാനും എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ആൻസർ, ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ എന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങൾക്കോ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പത്രോസും യോഹന്നാനും പറയുന്നത് ഏത് കാര്യമാണ്? ആൻസർ, യേശുവിനെ പറ്റി അവർ കണ്ടതും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, അവർക്ക് അവരെ ശിക്ഷിക്കുന്നതിന് വഴിയൊന്നും കണ്ടില്ല എന്നത് ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആൻസർ, ന്യായാധിപ സംഘമാണിത് പറയുന്നത്. പത്രോസിനെയും യോഹന്നാനെയും പറ്റിയാകുന്നു പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്ത് പറഞ്ഞാണ് ന്യായാധിപ സംഘം പത്രോസിനെയും യോഹന്നാനെയും വിട്ടയച്ചത്? ആൻസർ, അവരെ ഭീഷണിപ്പെടുത്തിയാണ് വിട്ടയച്ചത്. അതായത് യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുകയോ പറയുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ്റെ എത്ര വയസ്സുണ്ടായിരുന്നു? ആൻസർ, 40-ലധികം വയസ്സുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, തടവിൽ നിന്ന് വിട്ടയച്ചവരായ പത്രോസും യോഹന്നാനും ആരുടെ അടുക്കിലേക്കാണ് ചെന്നത്? ആൻസർ, തങ്ങളുടെ കൂട്ടാളികളുടെ അടുക്കിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടാളികളോട് പത്രോസും യോഹന്നാനും അറിയിച്ചത് എന്താ? ആൻസർ, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ അറിയിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അത് കേട്ടിട്ട് കൂട്ടാളികളായവർ ചെയ്തത് എന്താ? ആൻസർ, അവർ ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ആകാശം ഭൂമി സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ നാഥ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ പിതാവും ദാസനുമായവൻ എന്നത് ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആൻസർ, ദാവീദിനെ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, കർത്താവിനും അവൻ്റെ അഭിഷിക്തനും എതിരായി ഒന്നിച്ചു കൂടുന്നത് ആര്? ആൻസർ, ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും. അടുത്ത ക്വസ്റ്റ്യൻ, എന്ത് കൃപയാണ് തൻ്റെ ദാസന്മാർക്ക് നൽകണമെന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ആൻസർ, വചനം പൂർണ്ണമായി ധൈര്യത്തോട് പ്രസ്താവിക്കുവാനുള്ള കൃപ. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ നാമത്തിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചത്? ആൻസർ, പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, അവരിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്ത്? ആൻസർ, അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുണ്ടായ 2 പ്രത്യേക മാറ്റങ്ങൾ എന്തായിരുന്നു? ആൻസർ, ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു. രണ്ടാമത്, തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോസ്തലന്മാർ സമൃദ്ധമായ കൃപയോടും മഹാശക്തിയോടും സാക്ഷ്യം വഹിച്ചു പോകുന്നത് ആരെക്കുറിച്ചായിരുന്നു? ആൻസർ, കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവ വിറ്റ് വില കൊണ്ടുവന്ന് ആരുടെ കാൽക്കലാണ് വെച്ചത്? അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച വ്യക്തി ആരാണ്? ആൻസർ, ബർണ്ണബാസ്. ബർണ്ണബാസ് എന്നതിൻ്റെ അർത്ഥം എന്താ? ആൻസർ, പ്രബോധനപുത്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബർണ്ണബാസിനെ പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള മറുപേര് വിളിച്ചത് ആര്? ആൻസർ, അപ്പോസ്തലന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ, ആരായിരുന്നു ബർണ്ണബാസ്? ആൻസർ, ലേവ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബർണ്ണബാസിൻ്റെ മറ്റൊരു പേരെന്താണ്? ആൻസർ, യോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ദേശക്കാരനായിരുന്നു ബർണ്ണബാസ്? ആൻസർ, കുപ്രദ്വീപുകാരനാണ്. ഏകദേശം ഒരു 45-46 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസറും ഉണ്ട്. ദയവായി എല്ലാവരും വായിക്കുക, പഠിക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആകെ 37 വാക്യങ്ങളാണ് 4ാമത്തെ ചാപ്റ്ററിലുള്ളത്.
വളരെ ഭംഗിയായിട്ട് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസറും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങളെ ആത്മാവിലും വചനത്തിലും വളർത്തുക. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ. വചനം എന്ന് പറയുന്ന ഒരു ഓക്സിജൻ പോലെയാണ്. തളർന്നിരിക്കുന്നവരെ നിവർത്തുകയും കൂനിയിരിക്കുന്നവരെ നിവർത്തി നിൽക്കുകയും ചെയ്യുന്ന, തളർന്നിരിക്കുന്ന ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ്. ഹൃദയത്തിൻ്റെ മുറിവുകളെ ഉണക്കുവാനായിട്ട് ഇതിലും വലിയൊരു ഔഷധം നമുക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ ഹെബ്രു 4:12 ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ വചനം എങ്ങനെയുള്ള ഹൃദയങ്ങളിലേക്കും കടന്നു ചെന്ന് ചൈതന്യമാക്കുവാനായിട്ടും ജീവിതത്തെ മാറ്റുവാനായിട്ടും വചനത്തിന് ശക്തിയുണ്ട്. ഫോർ ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് അലൈവ് ആൻഡ് ആക്റ്റീവ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതായത് വേർഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഷോസ് ട്രൂത്ത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു സീ ദംസെൽഫ് ഹോണസ്റ്റ്ലി. രണ്ടാമത്, വേർഡ് ഓഫ് ഗോഡ് ബ്രിങ്സ് ഹീലിംഗ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ബെസ്റ്റ് ബാം ആൻഡ് ആൾസോ ഇറ്റ് കറക്റ്റ്സ് റോങ്സ് ആൻഡ് ഗിവ്സ് പീപ്പിൾ ടു ഡു ഗുഡ്. Next, word of God give strength. It act as a spiritual tool to fight fears and doubt. God bless you.